ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് എന്താ വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു 5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, നന്നായി ഇളക്കുക. അതിലേക്ക് ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്തുടയുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി. ഓരോരുത്തർ എരിവിന് അനുസരിച്ചിട്ട് വേണം ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാങ്ങി വെക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. തക്കാളിയെല്ലാം നല്ലോണം വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിക്കുക. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട, കുറച്ചൊരു കട്ടിക്ക് തന്നെ അരച്ചെടുത്തോളൂ. നമുക്കിത് അരച്ചെടുത്തിട്ട് കാണാം. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഈ അരപ്പിലേക്ക് കടുക് താളിക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇടുക. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ ചട്നി മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.